ഡിന്നറിന് എന്തുണ്ടാക്കും ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ കണ്ണിൽ ചിക്ക് പീസ് ഒടുക്കിയത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ചന മസാല ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സാധനം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കാം. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഓയിലൊക്കെ ഫ്രോസൺ ആയിട്ടാണ് ഇട്ടുള്ളത്. അപ്പോൾ ഓയിൽ ഹീറ്റായി വരുമ്പോൾ അതിലേക്ക് കറി ലീവ്സും ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയാണ് നമ്മൾ ഇടുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഓനിയനും കൂടെ ഇടാം. സോൾട്ട് ഇട്ട് സോട്ട് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ ആയ ഓനിയനിലേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. കുറച്ച് ചില്ലി, പെപ്പർ, ടർമറിക് പൗഡറാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ജീര പൗഡറും ഗരം മസാലയും. ഇതൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ കടല നല്ല കുക്കായി വന്നിട്ടുണ്ട്. അതും കുറച്ച് ബ്രോത്തും മസാലയിലോട്ടേക്ക് ആഡ് ചെയ്യാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അറ്റ് ലാസ്റ്റ് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്ത ചന മസാലയിലോട്ടേക്ക് കുറച്ച് ഉള്ളിയും ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ സാധനം സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.